ശ്രീ വി. ബി. പരമേശ്വരൻ തയ്യാറാക്കിയ ലേഖനം നേപ്പാൾ ഇനി എങ്ങോട്ട്? ഫേസ്ബുക്ക്, വാട്ട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ 26 സോഷ്യൽ മീഡിയകൾക്ക് സെപ്റ്റംബർ 4-ന് പ്രവർത്തനാനുമതി നിഷേധിച്ചതാണ് നേപ്പാളിലെ യുവജനങ്ങളെ തെരുവിലേക്കിറക്കിയത്. എല്ലാ സാമൂഹ്യമാധ്യമങ്ങളും നേപ്പാളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന അംഗീകരിക്കാത്തവർക്കെതിരെയാണ് സർക്കാർ നടപടി കൈക്കൊണ്ടത്. തങ്ങളെ നിശ്ശബ്ദമാക്കാനാണ് സർക്കാർ ഇങ്ങനെ ചെയ്തതെന്ന വികാരമാണ് വിദ്യാർത്ഥികൾ പങ്കുവച്ചത്. ഇന്റർനെറ്റിനെ നിയന്ത്രിച്ച് പ്രതിഷേധത്തെ നിയന്ത്രിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് വിലയിരുത്തപ്പെട്ടു. രോഷാകുലരായ അവർ തെരുവിലിറങ്ങി. പോലീസ് അവരെ ലാത്തികൊണ്ടും ജലപീരങ്കികൾ കൊണ്ടും കണ്ണീർവാതക ഷെല്ലുകൾ കൊണ്ടും മാത്രമല്ല, വെടിയുണ്ടകൾ കൊണ്ടും നേരിട്ടു. 72 പേരാണ് കൊല്ലപ്പെട്ടത്. 2000-ലധികം പേർക്ക് പരിക്കേറ്റു. സെപ്റ്റംബർ 9-ന് KP ഒലി സർക്കാർ രാജിവെച്ചു. വിദ്യാർത്ഥികളും യുവാക്കളും ഈ രീതിയിൽ തെരുവിലിറങ്ങാൻ സാമൂഹ്യമാധ്യമ നിരോധനത്തിനപ്പുറം ചില കാരണങ്ങളുണ്ടായിരുന്നു. ഒലിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ ഗവൺമെന്റാണ് അധികാരത്തിലുള്ളതെങ്കിലും നേപ്പാളി കോൺഗ്രസ് എന്ന ബൂർഷ്വാ രാഷ്ട്രീയ കക്ഷിയുമായി സഖ്യത്തിലായിരുന്നു ആ സർക്കാർ. അതുകൊണ്ടുതന്നെ ഇടതുപക്ഷ നയങ്ങളെക്കാൾ വലതുപക്ഷ നയങ്ങൾക്കാണ് പ്രാമുഖ്യം ലഭിച്ചത്. മധ്യ ഇടതുപക്ഷം എന്ന വിശേഷണത്തേക്കാൾ മധ്യ വലതുപക്ഷ സർക്കാരാണ് ഒലിയുടെ നേതൃത്വത്തിലുള്ളത് എന്ന വിശേഷണമാണ് വിജയ് പ്രസാദിനെ പോലുള്ള ഇടതുപക്ഷ നിരീക്ഷകർ പോലും നൽകുന്നത്. ലോക വ്യാപാര സംഘടനയുമായും അമേരിക്കയുമായും അടുത്ത ബന്ധമാണ് ഒലി സർക്കാർ പുലർത്തിയിരുന്നത്. ഇതിൽ മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസം തന്നെ ഉണ്ടായിരുന്നു. ജനസംഖ്യയിലെ 4-1 ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരുന്നു. തൊഴിലില്ലായ്മയാകട്ടെ അതിരൂക്ഷവും. തെക്കനേഷ്യയിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ജനസംഖ്യയുടെ ഭാഗമായുള്ള രാജ്യം നേപ്പാളാണ്. ജനസംഖ്യയുടെ 60%-വും 35 വയസ്സിൽ താഴെയുള്ളവരാണ്. നേപ്പാൾ ലിവിംഗ് സ്റ്റാൻഡേർഡ് സർവേ അനുസരിച്ച് തൊഴിലില്ലായ്മ 12.6%. 15 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ജൻസിക്കാരുടെ തൊഴിലില്ലായ്മ 22%-മാണ്. സ്വാഭാവികമായും യുവാക്കൾ തൊഴിൽ തേടി ഗൾഫിലേക്കും ഇന്ത്യയിലേക്കും മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പോകുകയാണ്. കൺസ്ട്രക്ഷൻ, ഹൗസ് കീപ്പിംഗ്, ഹോട്ടൽ മേഖലകളിലായാണ് ഇവരിലധികവും ജോലി ചെയ്യുന്നത്. 3 കോടി ജനസംഖ്യയുള്ള നേപ്പാളിൽ 1/3 പേരും വിദേശത്താണ്. നേപ്പാൾ GDPയുടെ 1/3 ഇവർ വീട്ടിലേക്കയക്കുന്ന പണമാണ്. 2024-25 സാമ്പത്തിക വർഷം മാത്രം 8,39,266 പേരാണ് വർക്ക് പെർമിറ്റ് എടുത്ത് വിദേശത്തേക്ക് ജോലി തേടി പോയത്. ദിനംപ്രതി 1000 പേരെങ്കിലും ഇങ്ങനെ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പല വീടുകളിലും പുരുഷന്മാരില്ലാത്ത സ്ഥിതിയാണ്. 1995-96 സ്ത്രീകൾ നയിക്കുന്ന വീടുകളുടെ എണ്ണം 13.6%-ആണെങ്കിൽ 2022-23 അത് 37.1%-ആയി ഉയർന്നു. ഗ്രാമീണ മേഖലയിലെ 20% യുവാക്കളും പുറം രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. 1995-96 വർഷത്തിൽ 23.4% വീടുകളും വിദേശ ജോലി ചെയ്യുന്നത് ആ വരുമാനത്തെ ആശ്രയിച്ചാണ് കഴിഞ്ഞതെങ്കിൽ 2022-23 അത് 76.8%-ആയി വർദ്ധിച്ചു. നേപ്പാളിൽ നിന്നും 15,000 പേരാണ് ഇതിനകം റഷ്യൻ സൈന്യത്തിൽ ചേർന്നത്. ഈ കുടുംബാംഗങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാനുള്ള മാർഗമായി സോഷ്യൽ മീഡിയ മാറിയത് സ്വാഭാവികം. ആ കണ്ണിയാണ് ഗവൺമെന്റ് പെട്ടെന്ന് അറുത്തെറിഞ്ഞത്. പലരുടെയും ജീവിതവും ബിസിനസ്സും മുന്നോട്ടു കൊണ്ടുപോകണമെങ്കിൽ സാമൂഹ്യമാധ്യമം അനിവാര്യമായിരുന്നു. അതില്ലാതായപ്പോൾ സ്വാഭാവികമായും യുവജനരോഷം ഇരമ്പിമറിഞ്ഞു. അങ്ങനെ പോലീസ് വെടിയുണ്ടകൾ കൊണ്ട് നേരിട്ടതോടുകൂടി
സ്ഥിതി വഷളാവുകയും ചെയ്തു. കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം പോഖ്രയിലേക്കും ലളിത്പൂരിലേക്കും വിരാട് നഗറിലേക്കും അതിവേഗം വ്യാപിച്ചു. അമേരിക്കൻ കോൺഗ്രസിന്റെ നാഷണൽ എൻഡോവ്മെന്റ് ഓഫ് ഡെമോക്രസിയുടെ ഫണ്ട് ലഭിക്കുന്ന ഹാമി നേപ്പാൾ പോലുള്ള സംഘടനകളും സജീവമായി ഇതിൽ ഇടപെടുകയുണ്ടായി. ഇതിന്റെ നേതാവ് സുദൻ ഗുരുങ് നടത്തിയ പ്രസ്താവനകൾ തന്നെയാണ് ഉദാഹരണം. ബംഗ്ലാദേശിൽ നിന്നും വ്യത്യസ്തമായി ചില ഘടകങ്ങൾ നേപ്പാളിലെ ജൻസി പ്രസ്ഥാനത്തിൽ കാണാം. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികളുടെ രോഷം അവാമി ലീഗ് ഭരണത്തിനും അതിന് നേതൃത്വം നൽകിയ ഷേഖ് ഹസീനക്കും എതിരായിരുന്നു. മൊത്തം രാഷ്ട്രീയ പാർട്ടികൾക്കോ പാർലമെന്ററി ജനാധിപത്യത്തിനോ എതിരെയല്ലായിരുന്നു. എന്നാൽ നേപ്പാളിലെ പ്രക്ഷോഭം മൊത്തം രാഷ്ട്രീയ പാർട്ടികൾക്കും പാർലമെന്ററി ജനാധിപത്യത്തിനും എതിരായിരുന്നു. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെയാണ് രാജഭരണത്തിന് അന്ത്യമിട്ട് നേപ്പാളി ജനത 2015-ൽ ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ റിപ്പബ്ലിക്കായി മാറിയത്. ഒന്നാം ഘട്ട ജന ആന്തോളന്റെ ഫലമായാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരമില്ലാത്ത രാജാവിന്റെ നേതൃത്വത്തിൽ 1962 മുതൽ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണ സമ്പ്രദായം അവസാനിച്ചത്. ഇതിന്റെ ഫലമായി 1990-ൽ ബഹുകക്ഷി ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ടു. അപ്പോഴും രാജവാഴ്ചയ്ക്ക് അന്ത്യമായിരുന്നില്ല. ഭരണഘടനാ വിധേയ രാജവാഴ്ച തുടർന്നു. രാജവാഴ്ച പൂർണ്ണമായും അവസാനിക്കുക ലക്ഷ്യമാക്കി 2006-ലാണ് രണ്ടാം ഘട്ട ജന ആന്തോളൻ തുടങ്ങുന്നത്. 2008-ൽ ഇത് വിജയിക്കുകയും രാജവാഴ്ചയ്ക്ക് തിരശ്ശീല വീഴുകയും പുതിയ ഭരണഘടന എഴുതിയുണ്ടാക്കാൻ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് രൂപം നൽകുകയും ചെയ്തു. 7 വർഷത്തിനു ശേഷമാണ് ഭരണഘടന നിലവിൽ വന്നത്. ഈ 7 വർഷത്തിനകം 5 ഗവൺമെന്റുകൾ അധികാരമേറി. 2015-ൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു. വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ഈ ഭരണമാറ്റത്തെ കണ്ടത്. എന്നാൽ ആ പ്രതീക്ഷക്കൊത്ത് രാജ്യത്തെ മുന്നോട്ടു നയിക്കുന്നതിന് പകരം സ്വന്തം പാർട്ടി താൽപര്യങ്ങൾക്കും അധികാരം കയ്യിലൊതുക്കാനുള്ള കസേരകളിയാണ് നേപ്പാളിൽ നടന്നത്. 2008-ന് ശേഷം 17 വർഷത്തിനകം 14 ഗവൺമെന്റുകളാണ് അധികാരത്തിൽ വന്നത്. ഒരു വേള രാജവാഴ്ചയും തിരിച്ചുവന്നു. ഈ എല്ലാ പ്രധാനമന്ത്രിമാർക്കും എതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു. ഇവരുടെ മക്കളുടെയും ബന്ധുക്കളുടെയും ആഡംബര ജീവിതവും നിപ്പോ കിഡ്സ്, നിപ്പോ ബേബീസ് എന്ന പേരിൽ സജീവ ചർച്ചയായി. ഇതെല്ലാം തന്നെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ചിഹ്നങ്ങളെ ആക്രമിക്കാൻ ജൻസിയെ പ്രേരിപ്പിച്ചുവെന്ന് കരുതാമെങ്കിലും ആക്രമത്തിന്റെ വ്യാപ്തി പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയവും ഗവൺമെന്റ് ആസ്ഥാനവുമായ സിംഗ ദർബാർ, പാർലമെന്റ് മന്ദിരം, സുപ്രീം കോടതി, പ്രസിഡന്റിന്റെ ഓഫീസ്, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ വീടുകൾ എന്നിവയെല്ലാം ആക്രമിക്കപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ഷേർ ബഹാദൂർ ദ്യൂബയെയും ഭാര്യയെയും വിദേശമന്ത്രിയുമായ അർസു റാണ ദുബെയെയും ആക്രമിക്കുന്ന വീഡിയോ പുറത്തുവന്നു. മുൻ പ്രധാനമന്ത്രി ജ്വാലനാഥ കനലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രകാർ വീടിന് പ്രക്ഷോഭകർ തീയിട്ടപ്പോൾ വെന്തുമരിച്ചു. ധനമന്ത്രി വിഷ്ണു പൗതേൽ, പാർലമെന്റ് അംഗം ഏകനാഥ് ദലാൽ എന്നിവരെ ജനങ്ങൾ തെരുവിൽ പിന്തുടർന്ന് നേരിട്ടു. അതായത് ജനാധിപത്യ സംവിധാനത്തോടുള്ള എതിർപ്പ് പ്രകടമാക്കുന്നതായിരുന്നു ഈ ആക്രമണങ്ങൾ. ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഈ രീതിയിൽ ജനാധിപത്യ ചിഹ്നങ്ങളെ ആകെ ആക്രമിക്കുന്ന രീതി ദൃശ്യമായിരുന്നില്ല. അതുമാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് പ്രധാനമായും ജൻസിക്കാർ മുന്നോട്ടുവച്ചത്. സമരത്തെ പിന്തുണച്ച കാഠ്മണ്ഡു മേയർ ബലേൻ ഷായും ഇതേ ആവശ്യം ഉന്നയിച്ചു. ഏതായാലും പ്രസിഡന്റ് രാമചന്ദ്ര പൗതേൽ പാർലമെന്റ് പിരിച്ചുവിട്ട് ഭരണഘടനയിലെ 61-ാം വകുപ്പ് ചൂണ്ടിക്കാട്ടി ദേശീയ ഐക്യം കെട്ടിപ്പടുക്കാനെന്ന പേരിൽ
ഇടക്കാല പ്രധാനമന്ത്രിയായി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ നിയമിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരല്ലാത്ത വിദഗ്ധർ അടങ്ങിയ ഒരു മന്ത്രിസഭയ്ക്കും സുശീല കർക്കി രൂപം നൽകിയിട്ടുണ്ട്. 6 മാസത്തേക്കാണ് കാലാവധി. മാർച്ച് 5-ന് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഇടക്കാല പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൽ പ്രക്ഷോഭം നയിച്ച ജൻസിക്കാർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പങ്കെടുക്കുമോ അതോ മുൻ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരമായിരിക്കുമോ ഇനിയും നടക്കുക എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് സേന വെടിവെപ്പ് നടത്തിയതിനെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷ ഉറപ്പുവരുത്തുമെന്നും അഴിമതിക്കാരായ ഉന്നതരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുമെന്നും സുശീല കർക്കി പറയുന്നുണ്ടെങ്കിലും എത്രമാത്രം ഇക്കാര്യത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയം ബാക്കി നിൽക്കുന്നു. എന്തായാലും നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം തങ്ങൾക്ക് അനുകൂലമാക്കാൻ രാജവാഴ്ചയുടെ അനുകൂലികളും ഹിന്ദുരാഷ്ട്രവാദികളും ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജൻസി പ്രക്ഷോഭഘട്ടത്തിൽ തന്നെ എല്ലാ എംപിമാരെയും രാജിവെപ്പിച്ച് ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കാൻ രാജവാഴ്ചയെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി ശ്രമിക്കുകയുണ്ടായി. ഈ വർഷം മാർച്ച് മാസത്തിൽ രാജവാഴ്ച തിരിച്ചുകൊണ്ടുവരിക എന്ന മുദ്രാവാക്യമുയർത്തി സംയുക്ത ജനകീയ പ്രസ്ഥാന സമിതിക്ക് ഇവർ രൂപം നൽകുകയും ചെയ്തിരുന്നു. ശിവസേന നേപ്പാൾ, ഹിന്ദു മഹാസഭ എന്നിവയാണ് സഖ്യകക്ഷികൾ. രാജവാഴ്ച പുനഃസ്ഥാപിക്കുന്നതോടൊപ്പം ഹിന്ദുരാഷ്ട്രമായി നേപ്പാളിനെ മാറ്റുക എന്നതും ഇവരുടെ ലക്ഷ്യമാണ്. RSSുമായി ബന്ധമുള്ള ഹിന്ദു സ്വയം സേവക് സംഘ് എന്ന സംഘടന 1990 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. മതനിരപേക്ഷ ഭരണഘടന മാറ്റുക എന്നത് ഇവരുടെയും അജണ്ടയാണ്. ജൻസി പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ശക്തികൾക്ക് എത്രമാത്രം മുന്നേറാൻ കഴിയുമെന്നുള്ള ശ്രമത്തിലാണ് ഇവർ.